ദിലീപിൻ്റെ കേസിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി വരുന്ന ആഴ്ചയിൽ നടക്കും. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാക്ഷി വിസ്താരണം ഉൾപ്പെടെയുള്ള പലതും ചർച്ച ചെയ്യേണ്ടതായി വരും. പ്രേക്ഷകർ ഉൾപ്പെടെ പലതും ഇതിനെക്കുറിച്ച് അറിയുന്നുമുണ്ടായിരിക്കും. അക്കൂട്ടത്തിൽ തന്നെയാണ് ദിലീപിനെ പോലെ കേസിൽ പ്രതിയായിരുന്ന മറ്റൊരു വ്യക്തി ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലുള്ള കാര്യം തന്നെ ഇപ്പോൾ പ്രതികളുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ടാകാം എന്നും ശിക്ഷ ഉടനെ അറിയാൻ സാധിക്കും എന്നുള്ളൊരു നിലപാടിലായിരിക്കാം ഒരുപക്ഷേ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ജീവനൊടുക്കാൻ ശ്രമം നടത്തി നടി ആക്രമിച്ച കേസിലെ മൂന്നാം പ്രതി കൂടി ഇപ്പോൾ വളരെയധികം കൃത്യമായി എല്ലാവരുടെയും നിരീക്ഷണത്തിലായിരിക്കുകയാണ്. തമ്മനം സ്വദേശി മണികണ്ഠനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ബ്ലേഡ് ഉപയോഗിച്ച് കൈഞരമ്പ് മുറിച്ച ആ മണികണ്ഠനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി പാലാരിവട്ടത്ത് വെച്ചാണ് ആത്മഹത്യാ ശ്രമം നടന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനു മുൻപും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെടുത്തി പലരുടെയും വാർത്ത ഇതുപോലെ ചർച്ച ചെയ്യപ്പെടുകയും സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമാവുകയും ചെയ്തിട്ടുണ്ട്. രാത്രി 9:30 മണികണ്ഠൻ റോഡിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തമ്മനത്തുള്ള മെയ് ഫസ്റ്റ് റോഡിൽ ബഹളം നടന്നതോടെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി മണികണ്ഠനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നുവെന്നും അറിയുന്നു. തുടർന്ന് ഇയാളെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ കേസിന്റെ വിധിക്കായി ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഓരോ തവണയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുമുണ്ട് എന്ന് പറയാം. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിന് മണികണ്ഠൻ്റെ പേരിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മണികണ്ഠൻ്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. തുടർന്ന് രാത്രി 1 മണിയോടെ ഇയാളെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുകയും ചെയ്തു. സ്ഥിരമായി മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് മണികണ്ഠൻ എന്ന് പോലീസ് പറയുന്നു. സുഹൃത്തിനൊപ്പമാണ് മണികണ്ഠൻ പോലീസിന് വിട്ടയച്ചത്. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ മണികണ്ഠൻ സമീപത്തുള്ള കടയിൽ നിന്ന് ബ്ലേഡ് വാങ്ങി കൈഞരമ്പ് മുറിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു. എറണാകുളം ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഇപ്പോൾ മണികണ്ഠൻ ഉള്ളത്. എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നതുൾപ്പെടെ തന്നെ അറിയാൻ സാധിക്കും. ഇനി ഒരാഴ്ച മാത്രമാണ് ഈ കേസ് കോടതിയുടെ മുൻപിലേക്ക് വരാനിരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ചയോടെ ഈ കേസിൻ്റെ വിധി നിർണ്ണയിക്കും. ആരൊക്കെയാണ് പ്രതിയെന്ന് മനസ്സിലാക്കും. ചികിത്സയ്ക്ക് ശേഷം ഇയാളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും പല കാര്യങ്ങളും ഈ കേസുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. ഈ വാർത്തയെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഈ വാർത്ത അനുഭവപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. പ്രേക്ഷകരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോ തവണ പ്രേക്ഷകരുടെ ഇടയിലേക്ക് വൈറലാകുന്ന വാർത്തയായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും തന്നെ ദിലീപ് അതിൽ നിന്നും പ്രതിയാകില്ലേ എന്നാണ് കൂടുതലും ആലോചിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആരാധകരൊക്കെ തന്നെയും കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. ഓരോ കാര്യങ്ങളും പ്രേക്ഷകർ ഇതിൻ്റെ ഇടയിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ആരാധകരുടെ ഇടയിൽ തന്നെ കുറച്ചധികം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കേസായി കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത് മാറുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.